നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 12.4 കിലോഗ്രാം കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശിയെ പട്ടാമ്പി പോലീസ് പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും 12.427 കിലോഗ്രാം കഞ്ചാവുമായാണ് പശ്ചിമ ബംഗാൾ സ്വദേശി അറസ്റ്റിലായത്. പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സീതാനഗറിൽ നബിയുൽ മലിദയെയാണ് ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ, പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ, സബ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ ഡി ഫണ്ട് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രത്യേക സംഘം രൂപീകരിച്ച പരിശോധന നടത്തിവരുന്നതിനിടെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ സമീപം വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി മേഖലയിൽ ലഹരി വിൽപ്പനയും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ലഹരി കടത്ത് 28 കേസുകളും ലഹരി ഉപയോഗത്തിന് 255 കേസുകളും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. കഞ്ചാവിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. കൂറ്റനാട് സെന്ററിൽ പെരിങ്ങോട് റോഡിൽ കടയ്ക്ക് മുൻപിൽ നിർത്തിയിട്ട വാഹനം തനിയെ റോഡിലേക്ക് ഉരുണ്ടു നീങ്ങി. റോഡിന്റെ ഒരു വശത്തു നിന്നും നീങ്ങി തുടങ്ങിയ വാഹനം റോഡിന്റെ മറുപുറത്തെത്തിയ ശേഷമാണ് നിന്നത്. ഇതിനിടെ ഉരുണ്ടു നീങ്ങിയ വാഹനം മുന്നിൽ നിന്നും തള്ളി നിർത്താൻ വാഹനത്തിന് പുറത്തുണ്ടായ ജീവനക്കാരൻ ശ്രമിക്കുന്നതുൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. സംഭവ സമയത്ത് റോഡിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതും വാഹനം റോഡരികിലെ ചാലിൽ ഇറങ്ങുകയും ചെയ്തതിനാൽ മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ഡ്രൈവർ ഇറങ്ങി കടയിലേക്ക് ഡെലിവറിക്കായി പോയ സമയത്താണ് വാഹനം റോഡിലേക്ക് ഇറങ്ങിയത്. മിനി പിക്കപ്പ് ലോറിയുടെ ഹാൻഡ് ബ്രേക്കിലുള്ള തകരാറാണ് സംഭവത്തിന് ഇടയാക്കിയതെന്നാണ് നിഗമനം. പട്ടാമ്പിയിൽ 148 ഗ്രാം MDMA പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഇതോടെ കേസിൽ 4 പേരെയാണ് പട്ടാമ്പി പോലീസ് പിടികൂടിയത്. കേസിൽ ഇനിയും പ്രതികൾ ഉണ്ടോ എന്നത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പട്ടാമ്പിയിൽ നിന്നും 148.15 ഗ്രാം MDMA പിടിച്ച കേസിലാണ് ഒരാളെ കൂടി പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മലപ്പുറം വളാഞ്ചേരി സ്വദേശി പള്ളിയാലിൽ വീട്ടിൽ മുഹമ്മദ് ഫജാസിനെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. 22 വയസ്സാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ 148.15 ഗ്രാം MDMA പിടികൂടിയത്. സംഭവത്തിൽ 3 പേരെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. കൊപ്പം മലപ്പുറം സ്വദേശികളാണ് പിടിയിലായ 3 പേർ. ഇവർക്ക് പിറകെയാണ് ഒരാളെ കൂടി ഈ കേസിൽ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ അറസ്റ്റ് ചെയ്ത പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതികൾക്ക് ബാംഗ്ലൂരിൽ നിന്നും MDMA കൊണ്ടുവരുന്നതിന് സഹായം ചെയ്തു കൊടുക്കുന്ന ആളായ മുഹമ്മദ് ഫജാസിനെ കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ പിടികൂടിയത്. കേസിൽ ഇനിയും പ്രതികളുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. ലഹരി വിൽപ്പനയും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികളാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ, SI മണികണ്ഠൻ, പ്രൊബോഷണൽ SI ശ്രീരാഗ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ INTUCയുടെ പ്രതിഷേധം. DCC ജനറൽ സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാർ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് INTUC ഓങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പരിപൂർണമായിട്ട് ഓരോ മാസവും കിട്ടാറില്ല. 233 രൂപ തന്നെ അവർക്ക് കിട്ടാറില്ല. അവർ INTUC മണ്ഡലം പ്രസിഡന്റ് K മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. അസീസ് പട്ടാമ്പി, P രൂപേഷ്, P ഉണ്ണികൃഷ്ണൻ, AK മുഹമ്മദ് അലി, PK അബൂബക്കർ സിദ്ദിഖ്, TT സലീം, മുസ്തഫ, ഷാഫി മരുദൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കനത്ത വേനൽ ചൂടിൽ ആശ്വാസമായി തൃത്താല മേഖലയിൽ ആദ്യ വേനൽ മഴയെത്തി. ബുധനാഴ്ച വൈകിട്ട് 3:30 തൃത്താല മണ്ഡലത്തിലെ തൃത്താല, ചാലിശ്ശേരി, ഞാങ്ങാട്ടിരി, കൂറ്റനാട് ഭാഗങ്ങളിൽ ഉൾപ്പെടെ വേനൽ മഴ ലഭിച്ചു. ഇതോടെ ദിവസങ്ങളായി തുടരുന്ന കനത്ത ചൂടിന് നേരിയ തോതിൽ ശമനം അനുഭവപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. വേനൽ മഴയ്ക്ക് അകമ്പടിയായി ഉച്ച മുതൽ തന്നെ ശക്തമായ കാറ്റും വീശിയടിച്ചു തുടങ്ങിയിരുന്നു. ചില ഭാഗങ്ങളിൽ 10 മിനിറ്റോളം മഴ ലഭിച്ചതായും വിവരങ്ങളുണ്ട്. അതേസമയം മഴ പ്രതീക്ഷകളില്ലാതെ പുറത്തിറങ്ങിയ കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരെയും വേനൽ മഴ അല്പസമയം വലയ്ക്കുകയും ചെയ്തു. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കുന്നതിനും കരകൗശല വിദഗ്ധരെ ശാക്തീകരിക്കുന്നതിനും ലക്ഷ്യമിട്ട് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച വിവിധത കാ അമൃത് മഹോത്സവത്തിന്റെ 2ാം പതിപ്പിൽ ശ്രദ്ധേയനായി പട്ടാമ്പി തിരുമിറ്റക്കോട് സ്വദേശി ആർട്ടിസ്റ്റ് ഉബൈദ് സാനഡു.
സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നിവയിൽ നിന്നും പോണ്ടിച്ചേരി, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കലാകരകൗശല വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് 4 നാൾ നീണ്ടുനിൽക്കുന്ന വിവിധതക അമൃത് മഹോത്സവ് 2ാം പതിപ്പ് സംഘടിപ്പിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ മുഖേന കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 10 കരകൗശല വിദഗ്ധരിൽ പട്ടാമ്പിയിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് ഉബൈദും ഇടം നേടിയിരുന്നു. ആർട്ടിസ്റ്റ് ഉബൈദിന്റെ കലാകരകൗശല സ്റ്റാൾ രാഷ്ട്രപതി സന്ദർശിക്കുകയും വിവിധ കലാരൂപങ്ങളുടെ നിർമ്മിതി സംബന്ധിച്ച് ചോദിച്ചറിയുകയും ചെയ്തത് വിലമതിക്കാനാവാത്ത ബഹുമതിയായെന്ന് ഉബൈദ് പറയുന്നു. വിവിധങ്ങളായ മരങ്ങളുടെ കൊമ്പുകൾ, ചില്ലകൾ എന്നീ പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച വിവിധ കലാസൃഷ്ടികളും ബോൺസായി വൃക്ഷങ്ങളുമാണ് സ്റ്റാളിൽ അലങ്കരിച്ചത്. കൂടാതെ കലാകരകൗശല നിർമ്മിതികളായ കോർണർ സ്റ്റാൻഡ്, വുഡൻ ലൈറ്റ്, വുഡൻ ക്ലോക്ക്, കൺസോൾ ടേബിൾ, കോഫി ടേബിൾ, ഡൈനിങ് ടേബിൾ, ബോൺസായി പ്ലാന്റ്, പെയിന്റിംഗ് എന്നിവയും ഉബൈദ് ക്രാഫ്റ്റ് സ്റ്റാളിൽ ഇടം പിടിച്ചു. രാഷ്ട്രപതിക്ക് പുറമെ കേന്ദ്രമന്ത്രിമാർ, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേരള കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് എന്നിവരും സന്ദർശിച്ചു. വർഷങ്ങൾക്ക് മുൻപ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിന് സമീപം സാനഡി സ്റ്റുഡിയോ നടത്തിയിരുന്ന ആർട്ടിസ്റ്റ് ഉബൈദ് പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ പ്രാദേശിക വാർത്താ ചാനലായ സാനഡി ന്യൂസ് എന്ന പേരിൽ കേബിൾ ന്യൂസ് സർവീസും നടത്തിയിരുന്നു. ചിത്രകാരൻ, ശില്പി, ഫോട്ടോഗ്രാഫർ എന്നിങ്ങനെ പട്ടാമ്പിയിൽ നിറഞ്ഞുനിന്ന ഉബൈദ് പിന്നീട് വർഷങ്ങളോളം കലാരംഗം വിട്ട് ആത്മീയാനുഭൂതികളുമായി കഴിയുകയായിരുന്നു. എന്നാൽ ഈയിടെ കലാരംഗത്തേക്ക് ശക്തമായി തിരിച്ചെത്തുകയും നിരവധി കലാശില്പങ്ങൾക്ക് രൂപം നൽകുകയും വിവിധ സ്ഥലങ്ങളിൽ പ്രദർശനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. രാഷ്ട്രപതി ഭവനിൽ നടത്തിയ പ്രദർശനം വലിയ അംഗീകാരമാണെന്നും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ തന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്നും ആർട്ടിസ്റ്റ് ഉബൈദ് പറഞ്ഞു. ഉബൈദിന്റെ മകൻ സനൂദ് ഉബൈദും ഡൽഹിയിലുണ്ടായിരുന്നു. CCTV ന്യൂസ്. പട്ടാമ്പിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ വനിതാ സംരംഭകർക്കായി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ഇതോടൊപ്പം അനുമോദന സദസ്സും നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വനിതാ സംരംഭകർക്കായി പഠന ക്ലാസ് അനുമോദനവും സംഘടിപ്പിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു വനിത, ആ വനിത എന്ന ഇതുകൊണ്ട് മാത്രമല്ല ഇന്ന് നമ്മുടെ നാടും ലോകവും ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്ന് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പുരുഷനോടൊപ്പം നിൽക്കാൻ കഴിയുകയും പല മേഖലകളിലും പുരുഷനെ അതിലംഘിക്കാൻ കഴിയുന്ന സാധ്യതകളുടെ ഒരു നിറകൂമ്പാരമാണ് വനിതകൾ. എന്നിട്ടും അവർ തടയപ്പെടുന്നു, അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. എന്നിടത്താണ് ഇവരെല്ലാം വലിയ വിജയം നേടുന്നത് എന്നും വനിതാ വിംഗ് പ്രസിഡന്റ് ഷീല പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന തലത്തിൽ മഹാത്മാ അയ്യങ്കാളി പദ്ധതിയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയെയും മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫിയിൽ പാലക്കാട് ജില്ലയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജിയെയും സംസ്ഥാന തലത്തിൽ മികച്ച അംഗൻവാടി സൂപ്പർവൈസർക്കുള്ള 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ജയശ്രീ കെ നരേന്ദ്രനെയുമാണ് അനുമോദിച്ചത്. പഠന ക്ലാസുകൾക്ക് പ്രശസ്ത കോർപ്പറേറ്റ് ട്രെയിനറായ ഉഷ പൂർണിമ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി, മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ്, മണ്ഡലം സെക്രട്ടറി EP അബ്ദുൾ ജബ്ബാർ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി R സന്തോഷ്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സത്താർ സ്പൈസി, സുബേർ ഗുഡുവിൽ, ഹനീഫ, വനിതാ ജനറൽ സെക്രട്ടറി ശാന്തിനി പ്രവീൺ, ട്രഷറർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മലയാളത്തിന്റെ ആദ്യ ദിനപത്രമായ ദീപിക ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡിന് മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറിയും കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റുമായ KP സാക്സനെ തെരഞ്ഞെടുത്തു. ആതുര സേവന രംഗത്തെ മികച്ച സംഭാവനകളും പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് അംഗീകാരം. കുന്നംകുളം മലങ്കര സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സെക്രട്ടറി KP സാക്സൺ കഴിഞ്ഞ 33 വർഷമായി മേഖലയിലെ വ്യാപാര സംഘടനയായ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അമരക്കാരനായി തുടരുകയാണ്. 2 വർഷം മുമ്പാണ് മലങ്കര ആശുപത്രി സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളിലൂടെ മലങ്കര ആശുപത്രിയെ മികവുള്ളതാക്കി മാറ്റുവാൻ നേതൃത്വപരമായ പങ്കുവഹിച്ചു. 102 ഡോക്ടർമാർ ഉൾപ്പെടെ 700-ൽ പരം ജീവനക്കാരാണ് ഈ കാലയളവിൽ മലങ്കര ആശുപത്രിയിൽ സേവന സന്നദ്ധരായി പ്രവർത്തിക്കുന്നത്. പാമ്പ് കടിയേറ്റവർക്കുള്ള വിഷചികിത്സ, കാർഡിയാക്, ന്യൂറോ ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം 24 മണിക്കൂറും മലങ്കര ആശുപത്രിയിൽ ലഭ്യമാണ്. മാമോഗ്രാം ഉൾപ്പെടെ ക്യാൻസർ ചികിത്സയും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. 65 കിടക്കകളും 2 മിനി ഓപ്പറേഷൻ തിയേറ്ററുമായി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കാഷ്വാലിറ്റി യൂണിറ്റും
അടുത്ത കാലത്തായി ഈ ആതുരാലയത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. മലങ്കര ആശുപത്രിയെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ നേതൃത്വപരമായി പങ്കുവഹിച്ചതിനാണ് KP സാക്സനെ ദീപിക ദിനപത്രം ബെസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവാർഡ് നൽകി ആദരിക്കുന്നത്. മാർച്ച് 15 ശനിയാഴ്ച വൈകിട്ട് തൃശൂർ കാസിനോ ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനിൽ നിന്നും അവാർഡ് സ്വീകരിക്കും. തൃശൂർ മേയർ MK വർഗീസ്, തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. വട്ടംകുളം നെല്ലേക്കാട് ശ്രീ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ മകം മഹോത്സവം നടന്നു. രാവിലെ 5:30 ഗണപതി ഹോമം, പിന്നീട് ഉഷപൂജ, ഉച്ചയ്ക്ക് മകം തൊഴൽ, ദർശനം, വൈകിട്ട് കൊടലിൽ കൃഷ്ണകുമാറും സംഘവും നയിച്ച മേളം, തായമ്പക എന്നിവയും നടന്നു. തന്ത്രി കേശവൻ നമ്പൂതിരി, ശാന്തി പ്രവീൺ, ഇമ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. താലമെഴുന്നള്ളിപ്പ്, പറവെപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ അത്തഗുരുതി മാർച്ച് 16 ഞായറാഴ്ച ആഘോഷിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി നേതൃത്വം നൽകി. ഇതോടെ നിളയൊര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.